ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളിതേ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. സ്ഥിരമായിട്ട് ലോങ് വീഡിയോസൊക്കെ ഇടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്കതിനുള്ള സമയവും ഇല്ല. മാത്രമല്ല നല്ലൊരു കണ്ടൻറ്റൊക്കെ കിട്ടിയാലാണല്ലോ ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇന്ന് ദേ പുഴക്കരയിൽ നമുക്ക് ഒരുപാട് ആനകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ആദ്യം ദേ ഇവനാണ് ഇറങ്ങി വന്നത്, ബാക്കിയുള്ള ആനകളൊക്കെ പിറകെ വരും. അപ്പോൾ ഈ വന്ന വഴി തന്നെ ആൾ വെള്ളം കുടിക്കാൻ ആരംഭിച്ചേക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് 2-3 ആഴ്ചയ്ക്ക് മേലെയായി. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ നല്ല ചൂടായിരുന്നു, മഴയൊന്നും അധികം കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൊമ്പൻ വന്ന വഴി തന്നെ വെള്ളമൊക്കെ കുടിക്കുകയാണ്. കുറേ നേരം അവിടെ നിന്ന് വെള്ളം കുടിച്ചതിന് ശേഷം ദേ അവൻ മുന്നോട്ട് നടന്നു വരുന്നത്. ആ ഫ്രണ്ടിൽ തന്നെ കാണുന്ന ആ ഒരു മൺതിട്ട കണ്ടോ, അവിടെ നിറച്ചും ചെളിയാണ്. അപ്പോൾ ആ ഒരു ചെളിയൊക്കെ വാരി മേത്തേക്കിടാനാണ് ആ ഒരു കൊമ്പൻ മുന്നോട്ട് വരുന്നത്. അപ്പോൾ നല്ലൊരു ചൂടുള്ള ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു കൊമ്പന്മാർ ചെയ്യുന്ന സ്ഥിരം പരിപാടിയാണ് ഈ ഒരു ചെളിയൊക്കെ വാരി മേത്തിടുക എന്നുള്ളത്. അതിപ്പോൾ ചൂടല്ലെങ്കിലും അവരങ്ങനെ ചെയ്യും. കുളി കഴിഞ്ഞ് ഇവരുടെ ആദ്യത്തെ പരിപാടി തന്നെ ഈ ഒരു ചെളി വാരി മേത്തിടുക എന്നുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ അതേ നമ്മുടെ ആ കൊമ്പൻ നേരെ വന്ന മൺതിട്ടയൊക്കെ ഇടിച്ച് പൊളിച്ച് ചെളിയാക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുഴയ്ക്ക് ഇക്കരെ സൈഡിലും ഇവർ വന്നേക്കുന്നത് പുഴയ്ക്ക് അക്കരെ സൈഡിലാണ്. അപ്പോൾ അക്കരെ ഭാഗത്ത് ഫോറസ്റ്റും ഇക്കരെ ഭാഗത്ത് ജനവാസ മേഖലയാണ്. അപ്പോൾ അവർക്ക് ഇപ്പുറത്തേക്ക് കിടക്കാനായിട്ട് ഇപ്പം എന്തായാലും പറ്റില്ല. കാരണം ഒരുപാട് ആളുകൾ ഇപ്പുറത്തെ സൈഡിലുള്ളത് കൊണ്ട് പകൽ സമയങ്ങളിൽ അവർ ഇപ്പുറത്തേക്ക് കിടക്കില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും പുഴയുടെ അക്കരെ വന്നിട്ടുള്ള ഈ ഒരു കുളി നീരാട്ടമൊക്കെ ഉള്ളൂ. ചിലപ്പോൾ അവർ അത് കഴിഞ്ഞതിന് ശേഷം കാടിനുള്ളിൽ കയറിപ്പോകും, അല്ലാന്നുണ്ടെങ്കിൽ രാത്രി സമയത്ത് ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ദേ നമ്മൾ നോക്കി നിൽക്കാനുള്ള ബാക്കിയുള്ള ആനകളൊക്കെ ആ ഒരു കൊമ്പൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൂട്ടമായിട്ടാണ് ഇവർ എത്തിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഈ ഒരു കൊമ്പൻ ഇറങ്ങി വരുന്നത്. നമ്മുടെ മസ്തകത്തിൽ മുറിവേറ്റ ഒരു ആന ഉണ്ടായിരുന്നല്ലോ, ചെരിഞ്ഞത്. അപ്പോൾ അതിൻ്റെ സെയിം ലുക്കുള്ള ഒരു ആന തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ആ ആനയാണ് ദേ രണ്ടാമത് നടന്ന് നമ്മുടെ ഈ ഒരു കൊമ്പൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ വന്ന വഴി തന്നെ നമ്മുടെ ആദ്യം വന്ന ആന ആ ഒരു ചെളിയൊക്കെ വാരി നിന്ന സ്ഥലത്തു നിന്ന് മാറി കൊടുത്തു കേട്ടോ. അപ്പോൾ ശരിക്കും ഈ ഒരു ഫസ്റ്റ് ആന വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെയായി. കുറേ വെള്ളം കുടിച്ച് ഒരുപാട് ചെളിയൊക്കെ മേത്തേക്ക് വാരിയിട്ടു. ഞാനത് മുഴുവനായിട്ടും കാണിക്കാത്ത ഒത്തിരി ടൈം എടുക്കും. ഈ ഒരു വീഡിയോ വലിയൊരു വീഡിയോ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമിനുള്ളിൽ നിർത്തണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മുഴുവനൊന്നും കാണിക്കാത്തത്. അങ്ങനെ ദേ രണ്ടാമത്തെ ആന വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ ആന അവിടെ നിന്ന് മാറിക്കൊടുത്തു. ഇനി രണ്ടാമത്തെ ആനയ്ക്ക് ചെളിയൊക്കെ വാരി ദേഹം തണുപ്പിക്കാനുള്ളൊരു സമയമാണ്. അപ്പോൾ ആദ്യത്തെ ആനയുടെ അടുത്ത് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അതിനുശേഷം ദേ നമ്മുടെ രണ്ടാമത് വന്ന കൊമ്പൻ ദേഹത്ത് ചെളിയിടാൻ വേണ്ടിയിട്ട് ആ ഒരു ചെളിയുള്ള ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ ദേ ഇപ്പോൾ രണ്ടാമൻ ദേഹം തണുപ്പിക്കുന്ന ഒരു ടൈമിംഗ് ആണ്. അപ്പോൾ മറ്റവൻ അവിടെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ആനകൾ മാത്രമാണ് പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയും 2 ആനകൾ കൂടി ഇറങ്ങാനുണ്ട്. അവർ കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പോൾ ഇവൻ ഇനി ചെളിയാക്കിയിട്ട് ദേഹമൊക്കെ തണുപ്പിക്കുന്നത് വരെ മറ്റവന്മാരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു കൊമ്പനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ചെരിഞ്ഞ കൊമ്പൻ്റെ അതേ ലുക്ക് തന്നെയായിരുന്നു കേട്ടോ തോന്നിയിരുന്നത്. അവൻ്റെ ആ ഒരു കൊമ്പായാലും നിപ്പും എല്ലാം അതേ ഒരു സെയിം ലുക്ക് തന്നെയായിരുന്നു. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ 2 എണ്ണങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. ഇവന്മാരാണെന്ന് തോന്നുന്നു കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആനകൾ. കാരണം ചേട്ടന്മാർ 2 പേരും വന്ന് ദേഹത്ത് ചെളിയൊക്കെ പറ്റിയതിന് ശേഷം 2 കുഞ്ഞന്മാർ ദേ ഒരുമിച്ചാണ് ഇറങ്ങി വരുന്നത്. ഇനി ഈ 2 പേരുടെ ടൈമാണ് ദേഹത്ത് ചെളിയിടാനുള്ളത്. അപ്പോൾ നേരത്തെ വന്ന 2 കൊമ്പന്മാരും ഇവന്മാർ വരുന്നത് കണ്ടപ്പോൾ തന്നെ മാറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം അവിടെ നിന്ന് ചെളി ഇട്ടുകൊണ്ടിരുന്ന കൊമ്പനും ദേ മാറി അപ്പുറത്തെ ഒരു കൊമ്പൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ ഈ കൊമ്പന്മാർ വന്ന വഴി തന്നെ ചെളി ഇടാനൊന്നല്ല നിന്നെ, ഇവന്മാർ വരുന്നത് കണ്ടപ്പോൾ തന്നെ ദേ മറ്റേ 2 കൊമ്പന്മാരും അവരുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്തോ കാര്യമായിട്ട് വിശേഷം പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവർ പറഞ്ഞത് എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. ആ ഒരു ഇല്ലിയുടെ മറവിൽ പോയിട്ട് അവരിങ്ങനെ ഗൂഢാലോചന നടത്താണ്. അങ്ങനെ എല്ലാവരും ദേ അവിടുത്തെ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ചേട്ടന്മാർ അവരോട് പറഞ്ഞ കാര്യം അപ്പുറത്ത് ആളുകളുണ്ട്, നമുക്കിപ്പോൾ അങ്ങടേക്ക് കിടക്കണ്ടെന്നാണെന്ന് തോന്നുന്നു. എന്തായാലും അവന്മാർ അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇവർ ചെളിയൊക്കെ ദേഹത്തിട്ടതിന് ശേഷം ഇവരുടെ മെയിൻ പരിപാടിയാണ് കൊമ്പ് കോർക്കൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർത്ത് കളിക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു കൊമ്പന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. കാര്യമായിട്ടുള്ള വഴക്കൊന്നല്ല, വെറുതെ അങ്ങ് കൊമ്പൊക്കെ കോർത്ത് രസിച്ച് നടക്കുക എന്നുള്ളത് ഇവിടുത്തെ കൊമ്പന്മാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ സ്ഥിരം പരിപാടിയായ കൊമ്പ് കോർക്കൽ അങ്ങോട്ട് തുടങ്ങി. ഇതും കുറേ നേരം അങ്ങനെ നീണ്ടു നിന്നു കേട്ടോ. അപ്പം ഞാനത് ഫുള്ളായിട്ടൊന്നും എടുത്തില്ല, കാരണം നമ്മുടെ വീഡിയോ വെറുതെ ലെങ്ത്ത് ഇങ്ങനെ കൂടും. ഈ കൊമ്പന്മാർ കൊമ്പ് കോർക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇഷ്ടം പോലെ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ഇപ്പോൾ വരുന്ന ഒരു കമൻറ്റാണ് നമ്മുടെ ഗണപതിയെക്കുറിച്ച്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണുന്നവർക്ക് അതിനെപ്പറ്റി ഒരു അപ്ഡേഷൻ തരാമെന്ന് കരുതി. നമ്മുടെ ഈ ഒരു ആനകൾ മതപ്പാട് സമയത്ത് നമ്മുടെ ഈ ഒരു ഭാഗത്തു നിന്ന് മാറിപ്പോവും. അതുപോലെ ഇപ്പോൾ മഞ്ഞക്കൊമ്പനായാലും ഗണപതി ആയാലും ഇവിടെ നിന്ന് പോയിട്ട് ഇതുവരെ തിരികെ വന്നിട്ടില്ല. ഗണപതിയേക്കാൾ മുന്നേ പോയതാണ് നമ്മുടെ മഞ്ഞക്കൊമ്പൻ. അവനും ഇതുവരെ തിരികെ വന്നിട്ടില്ല. അപ്പോൾ ഇവർ വരാനായിട്ട് ടൈം എടുക്കും. ഗണപതിയൊക്കെ സാധാരണ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആവുന്ന ഒരു ടൈമിലാണ് വരാറ്. കഴിഞ്ഞ വർഷം മാത്രമാണ് എന്തോ തോന്നുന്നു ഇച്ചിരി നേരത്തെ വന്നത്. കഴിഞ്ഞ വർഷം ആ ഒരു ജൂലൈ ടൈമിലൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഗണപതി തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യവും അവർ നേരത്തെ വരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ആനയുടെ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എല്ലാ വീഡിയോസിലും ഇവൻ്റെ ഈ ഒരു കമൻറ്റ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞതാണ്. അപ്പോൾ മതപ്പാട് സമയത്ത് എല്ലാ ആനകളും അങ്ങനെ മാറിപ്പോകുന്നത് ഒരു പതിവാണ്. പിന്നെ ഈ ആനകളെന്നും ഒരേ സ്ഥലത്തൊന്നും അങ്ങനെ നിൽക്കില്ല. അവരിങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കും. കിലോമീറ്ററോളം ഒരു ദിവസം നടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ കൊമ്പന്മാർ ഇത് ഇവിടുത്തെ ചെളിവാരലൊക്കെ കഴിഞ്ഞു. ഇനി ഇവന്മാർ പുഴയിലേക്ക് ഇറങ്ങാനുള്ളൊരു ടൈമാണ്. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് മാറി അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കടവാണ്. അപ്പോൾ ഒത്തിരി ആളുകൾ വന്നും പോയും കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ഇവന്മാർ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഇവന്മാർക്കും ഒരു ഡിസ്റ്റർബൻസാണ് ആളുകളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവന്മാർ ഈ ഒരു ഭാഗത്ത് ഇറങ്ങാത്തത്. ഈ ഒരു ആന മാത്രമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും കയറി ആ ഒരു തുരുത്തിന് മേലേക്ക് കയറിയിട്ടുണ്ട്. അത് അവർ ആ തുരുത്തിനുള്ളിൽ കൂടെ അതേ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് നമ്മളൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് ചെന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. അല്ലെങ്കിലും ഇവർക്ക് അത് തന്നെയാണ് സൗകര്യം. കൂടുതൽ മനുഷ്യന്മാരുടെ ഒരു സൗണ്ടും ബഹളമൊന്നും ഇല്ലാത്തതാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ ഇവരെന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മാറിപ്പോയി ഇറങ്ങണതായിരിക്കും ഇവർക്കും സ്വസ്ഥമായിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് പറ്റുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരേ ഭാഗത്തേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അവർ വേറൊരു ഭാഗത്തേക്ക് കൂടെ ഇറങ്ങി വരും. അതും കൂടെ ഞാൻ കാണിക്കാം. കാരണം ഇവർ കുളിക്കുന്ന വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും എൻ്റെ ബാറ്ററിയൊക്കെ തീർന്ന് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ നേരം ഒത്തിരി വൈകുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ കമൻസും കാണാറുണ്ട്. പരമാവധി എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈയും തരാറുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇടുന്ന പോസ്റ്റിൻ്റെ കമൻസിനാണ് കൂടുതലും റിപ്ലൈ തരാറ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ നമ്മുടെ ആനകൾ ആ ഒരു തുരുത്തിനുള്ളിൽ കയറിയിട്ട് അപ്പുറത്തെ ഭാഗത്ത് പോയി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവരവിടെ കുളിക്കാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഇനി അവരവിടെ നിന്ന് കുളിച്ചോട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് അവരവിടെ ചെന്നിട്ടും അവർ സ്മെല്ല് പിടിക്കുന്നുണ്ടോ, നമ്മൾ ദൂരെ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സ്മെല്ല് പിടിച്ച് നോക്കുന്നതാണ്. ഒരുത്തനവിടെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.